അങ്ങനെയല്ല നീ നോക്കി കളിച്ചതാ. അച്ഛന്റെ രോദനം കേൾക്കുകില്ല, അച്ഛനമ്മയുടെ പരുവോ കേൾക്കുകില്ല. പീഡകൾ കേൾക്കാൻ സാക്ഷികൾ മാത്രം, മനയുടെ തൂണുകൾ മാത്രം, മനയുടെ തൂണുകൾ മാത്രം. തേങ്ങലോടൻ മകൻ മനം പിടയുമ്പോഴും പ്രതികാരമോ അതോ സഹതാപമോ, പ്രതികാരമോ സഹതാപമോ. അത് നന്നായി. എന്തു പറ്റിയിടാ? ഒന്നുമില്ലടാ, അമ്മയ്ക്ക് നല്ല സുഖമില്ല. കാലം കുറേ ആയില്ലേ നിന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നു, പിന്നെ എന്താ ഇപ്പം ഇത്ര പ്രത്യേകിച്ച് വിഷമിക്കാൻ? അമ്മ സുഖമില്ലാതെ കിടക്കണേൽ എന്താ, നിന്റെ അച്ഛനാളൊരു ജഗജില്ല. എന്തേ? ആ നാണിത്തുള്ള വീടിൻ്റെ ഇടവിൽ വെച്ചിട്ടപ്പോൾ എന്നോട് ചോദിക്കുക, എൻ്റെ ഫോണിൽ വല്ല തുണ്ടുണ്ടോന്ന്. ഛേ, ഈ അച്ഛനെൻ്റെ കൂട്ടുകാരാണെന്നുള്ള ബോധം പോലും ഇല്ല. ആ അതെ, കണക്ക ജിമ്മ് വരുന്നു. എടാ കണ്ണ, നിന്റെ അച്ഛനടിച്ച് പൂസായിട്ടാണ് വീട്ടിലോട്ട് പോയേക്കണത്. അയ്യോ, ഞാൻ വീട്ടിൽ പോയിട്ട് വേഗം വരാം. അമ്മ അവിടെ ഒറ്റയ്ക്കാ. ശരി. ആ അവളുടെ അമ്മയുടെ ഒരു അസുഖം വേറെ ആർക്കും അസുഖം വരാത്ത പോലെ. രക്ഷിക്കടാ, ഓടി വായോ ഓനെ, ഓനെ. അങ്ങോട്ട് മാറി നിൽക്ക്. അച്ഛാ, അച്ഛനെന്താ കാണിച്ചത്? അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിയാൻ പാടില്ലായിരുന്നോ? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ശിവശിവ. ഈ സന്ധ്യയായ കുടുംബത്ത് പോകാൻ പാടില്ലേ? എന്താടാ നിന്റെ മുഖം പേട്ട് തേങ്ങ പോലെ ഇരിക്കുന്നേ? അച്ഛൻ ഇന്നലെ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഓ എടാ, കഴിഞ്ഞ 10 വർഷമായി നിന്റെ അമ്മ മനസ്സിനും ശരീരത്തിനും സുഖമില്ലാതിരിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ നിന്റെ അച്ഛനും ഇല്ലയുടെ ആഗ്രഹങ്ങൾ. അങ്ങേരെ കുറ്റം പറയാൻ പറ്റില്ല. അതിനിപ്പോൾ എന്തോ ഒരു വഴി? ഇതിനിപ്പോൾ ഒരു വഴിയുള്ളൂ. എന്താ? രമണി ചേച്ചി. രമണി ചേച്ചിയോ? ഈ പ്രശ്നം തീരാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. നീ നിന്റെ അപ്പന് വേണ്ടി നീ കുറച്ച് നേരത്തെങ്കിലും മാമപ്പണി ചെയ്യും. ഷേ, എന്തോന്ന് ഷേ, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. അങ്ങനെയെങ്കിലും നിന്റെ അച്ഛൻ്റെ കെട്ടൊന്നും ഇറങ്ങട്ടാ, പിന്നെ നിന്റെ അമ്മയെ ശല്യം ചെയ്യാൻ പറ്റത്തില്ല.
ടേക്ക് ഇറ്റ് ഈസി ബ്രോ. പക്ഷേ ഒരു പക്ഷേ ഇല്ല. നാളെ രാവിലെ തന്നെ നമ്മൾ രമണി ചേച്ചിയെ കാണുന്നു. എന്ത്, നീ വാ. അച്ഛ, എനിക്ക് സിനിമയ്ക്ക് പോകാൻ കുറച്ച് പൈസ വേണമായിരുന്നു. അതെ, നീ ഇങ്ങനെ സിനിമയും കണ്ട് സൂചിച്ച് നടന്നു? എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയല്ല, അച്ഛന് സൂക്ഷിക്കാൻ വേണ്ടിട്ടാ. ആ വലിപ്പിലെങ്ങനെ കാണും? ചെന്നെടുത്തിട്ട് പോ. രമണി ചേച്ചി, രമണി ചേച്ചി, രമണി ചേച്ചി, രമണി ചേച്ചി. എന്തുവാ പിള്ളേരെ? ഒരു സ്വകാര്യം പറ. ഓക്കെ. ഹായ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്ര ആർത്തി കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ചേച്ചിയെ തന്നെ വിളിച്ചത്. മനസ്സും ശാന്തമായി മനയും ശാന്തമായി ലോകാ സമസ്താ സുഖിനോ ഭവന്തു.